ഓൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നോർമൽ ലോസിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ ലോസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ പ്രോസസ് ലോസ് എന്താണ്? ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലോസാണ് നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന രണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ആയിരുന്നു ലോസ് ഇൻ വെയ്റ്റും അതേപോലെ വാല്യുവേഷൻ ഓഫ് ദി സ്റ്റോക്കും. ഓക്കെ, അതിൽ ലോസ് ഇൻ വെയ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് എപ്പോഴും ക്വാണ്ടിറ്റിയിൽ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഡക്ഷൻ വരുന്നതാണ് ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറയുന്നത്. അതിന് എമൗണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്? അതിന് റിയലൈസബിൾ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ആ യൂണിറ്റ്, ആ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളൊരു ഇക്വേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ആ കൺസേൺഡ് പ്രോസസ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പ്രീവിയസ് പ്രോസസ് അക്കൗണ്ടിലെ ഔട്ട്പുട്ട് അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് എന്ത് ചെയ്യുക? കൺസേൺഡ് പ്രോസസ്സിലെ ക്ലോസിംഗ് സ്റ്റോക്കും പിന്നെ എന്താണ് കൺസേൺഡ് പ്രോസസ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും മൈനസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലോസ് ഇൻ വെയ്റ്റ് കിട്ടും. അതേപോലെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രിസീഡിങ് പ്രോസസ്സിലുള്ള കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വാല്യുവേഷൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ എവിടെ നിന്നാണോ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലായിരിക്കണം നമ്മളത് വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ് ഷോ ദ കോസ്റ്റ് ഓഫ് ദ 3 പ്രോസസ് ഓഫ് മാനുഫാക്ചർ. ഇവിടെ 3 പ്രോസസ്സ് വരുന്ന ഒരു മാനുഫാക്ചറാണിത്. ഓക്കെ, ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് പ്രോസസ് ഈസ് പാസ്ഡ് ഓൺ ദ നെക്സ്റ്റ് പ്രോസസ് ഇമ്മീഡിയറ്റ്ലി ഓൺ കംപ്ലീഷൻ. ഇനി 3 പ്രോസസ്സാണുള്ളത്. പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി. വേജസ്, മെറ്റീരിയൽ തന്നിട്ടുണ്ട് ഓരോ പ്രോസസ്സിൻ്റെയും. അതേപോലെ വർക്ക് ഓവർ ഹെഡും ഓരോ പ്രോസസ്സിൻ്റെയും തന്നിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ യൂണിറ്റിൽ 36,000 ആണ് പ്രൊഡക്ഷൻ ഉള്ളത്. പ്രോസസ് ബിയിലുള്ളത് 37,500 ആണ്. ദെൻ പ്രോസസ് സിയിലുള്ളത് 48,000 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്കുകൾ 2 തന്നിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണത്. സ്റ്റോക്ക് 1 ജൂലൈ 2021 സോ ഓപ്പണിംഗ് സ്റ്റോക്ക് യൂണിറ്റ് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ്സ് എന്നുള്ള സ്റ്റോക്കാണ്. അപ്പം പ്രോസസ്സ് എ എന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം 3 പ്രോസസ്സാണുള്ളത്. ഇതിൽ പ്രോസസ്സ് എക്ക് സ്റ്റോക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോസസ്സ് എ എന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ബിയിലേക്കും പ്രോസസ്സ് സിയിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സ് എ എന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 4,000 യൂണിറ്റ് ആണ്. ദെൻ സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 16,500 അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് 5,500 ആണുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് 3 പ്രോസസ്സുള്ള ഒരു മാനുഫാക്ചറാണ്. അതുകൊണ്ട് നമുക്ക് 3 പ്രോസസ് അക്കൗണ്ട് ഉണ്ടാവും, സെപ്പറേറ്റ്. പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോമൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ കോളത്തിന് ഒരു യൂണിറ്റ് കോളും ഒരു എമൗണ്ട് കോളും ഉണ്ടാവും. അതേപോലെ ക്രെഡിറ്റ് സൈഡിലും അതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് എ അക്കൗണ്ടാണ് ഫസ്റ്റ്. ദെൻ യൂണിറ്റ് കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, യൂണിറ്റ് കോളം, എമൗണ്ട് കോളം. ആദ്യം തന്നെ നമ്മൾ പ്രോസസ് എയിലുള്ള മെറ്റീരിയൽ, വർക്ക് ഓവർ ഹെഡ്, ഇവിടെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. ഫസ്റ്റത്തെ പ്രോസസ് എ അക്കൗണ്ടിൽ മെറ്റീരിയൽ എത്രയാണുള്ളത്? പ്രോസസ് എക്ക് ഉള്ളത് 30,400 ആദ്യം നമ്മൾ പ്രോസസ് എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്, എത്ര യൂണിറ്റാണ് നമുക്കുള്ളത്? പ്രൊഡക്ഷൻ എയിൽ 36,000 യൂണിറ്റ് ആണ് ഉള്ളത്. അത് എഴുതാം. ടു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 36,000. ദെൻ എമൗണ്ട് ആയിട്ട് എത്രയാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ വേജ് വരുന്നത്? 13,400. അപ്പം ജസ്റ്റ് 13,400. പിന്നെ വർക്ക് ഓവർ ഹെഡ് വരുന്നത് 5,600 അപ്പം 5,600. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ടോട്ടൽ ചെയ്യുക. 2 ഏരിയയിലും 36,000 വരുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 36,000 യൂണിറ്റ്സും അതേപോലെ 36,000 അതിൻ്റെ ടോട്ടൽ, എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലായിട്ടുള്ള 36,000. ഇതാണ് നമ്മൾ ബൈ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് 36,000 ആൻഡ് 36,000 എമൗണ്ടും. ദെൻ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം.
കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ യൂണിറ്റ്സ്. 36,000 ആണ് ഔട്ട്പുട്ടും യൂണിറ്റ്സ് 36,000 ആണ്. അതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് പ്രോസസ് ബി അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രിസീഡിങ് പ്രോസസ്സിൽ നിന്നും 4,000 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ബി എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക്, എ എന്നും ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4,000 യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് ബി അക്കൗണ്ടിൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ₹1 പെർ യൂണിറ്റ്. അതായത് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്തത്, നീ 4,000 ട്രാൻസ്ഫർ ചെയ്യുന്നത് എ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ പ്രീസീഡിങ് പ്രോസസ്സ് ചെയ്താണോ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലായിരിക്കണം അത് വാല്യൂ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രീസീഡിങ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 യൂണിറ്റ്സിലായിരിക്കണം നമ്മൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 4,000 യൂണിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. 4,000 × 1 ഈസ് ഈക്വൽ ടു എമൗണ്ട് എത്ര വരും? 4,000. ഓക്കെ, ഇനി നമ്മൾ പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് ബൈ പ്രോസസ് ബി അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള 36,000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ അതെന്ത് ചെയ്യും? ടു പ്രോസസ് എ അക്കൗണ്ട് ആവും. ഇതിനർത്ഥം എയിൽ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെന്നാണ്. ഓക്കെ, 36,000 യൂണിറ്റ്സ് 36,000 എമൗണ്ടും. ദെൻ ഉള്ളത് നെക്സ്റ്റ് വർക്ക് ഓവർ ഹെഡ് ആണ്. വർക്ക് ഓവർ ഹെഡ് തന്നിട്ടുള്ളത് 5250 ആണ്. വർക്ക് ഓവർ ഹെഡ് 5250. അതേപോലെ വേജസ് ആൻഡ് മെറ്റീരിയൽ ഉള്ളത് 12,000. വേജസ് ആൻഡ് മെറ്റീരിയൽ 12,000. അത് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളത്തിനെ ടോട്ടൽ ചെയ്യാം. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 40,000 ആവും. ദെൻ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 57,250 വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സൈഡും കൂടി ചെയ്തിട്ടേ ഉള്ളൂ ഇത് ടോട്ടൽ ചെയ്യാവൂ. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തന്നെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ലോസ് ഉണ്ടാവുന്ന ഉറപ്പാണ്. അത് ഒന്നെങ്കിൽ നമുക്ക് ലോസ് താഴെ ഉണ്ടെങ്കിൽ താഴേക്കാക്കി എഴുതാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഉള്ളത് എത്രയാണ്? 1000 യൂണിറ്റ്സ് ആണ്. പെർ യൂണിറ്റിൽ എത്രയാണ്? കഴിഞ്ഞ അതായത് പ്രോസസ് എ അക്കൗണ്ടിൻ്റെ യൂണിറ്റ് കോസ്റ്റിലാണ് നമ്മൾ അതിനെ വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 1000 യൂണിറ്റ്സ് ആണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. അത് × 1, 1000 × 1 എമൗണ്ട് എത്രയായിരിക്കും? 1000 വരും. ഇനി ആക്ച്വലി നമുക്ക് ബിയിൽ എത്ര യൂണിറ്റ്സ് ആണുള്ളത്? ട്രാൻസ്ഫർ ചെയ്യേണ്ട യൂണിറ്റ്സ് എത്രയാണ്? 37,500 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബൈ പ്രോസസ് സി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 37,500 എന്ന് എഴുതണം. ഓക്കെ, ഇതിന് എമൗണ്ട് കോളം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടാലി ചെയ്തതിന് ശേഷം, അതായത് എമൗണ്ട് കോളത്തിൽ നമുക്ക് പെട്ടെന്ന് എമൗണ്ട് കണ്ടു കഴിയാനില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 കോളവും ടാലി ചെയ്യുക. അപ്പോൾ ഇവിടെയും 40,000 ഉണ്ടാവും, ഇവിടെ 57,250 ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഈ എമൗണ്ട്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 56,250 കിട്ടും. ഓക്കെ, 56,250. ഇനി നോക്കാം, ഈ 37,500ഉം 1000 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 40,000 കിട്ടൂല, ഇല്ലല്ലോ. ബാക്കി 1,500 രൂപ എന്ന് പറയുന്ന യൂണിറ്റ്സ് എന്താണ്? ലോസ് ആണ്. ഓക്കെ, ലോസ് ഇൻ വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ബൈ ലോസ് ഇൻ വെയിറ്റ് ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇവിടെ വരുന്നത്. 1,500 യൂണിറ്റ്സ് ലോസ് ആയിട്ടാണ് വരിക. ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ആ ഇക്വേഷൻ യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദി കൺസേൺഡ് പ്രോസസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദി കൺസേൺഡ് പ്രോസസ് എത്രയാണ്? 4,000. ദെൻ പ്രോസസ് അക്കൗണ്ട്, കഴിഞ്ഞ പ്രോസസ് അക്കൗണ്ടിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് 36,000. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000. അതിൽ നിന്നും കൺസേൺഡ് പ്രോസസ്സിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 1000 പ്ലസ് എന്താണ് ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട്, അത് എത്രയാണ്? 37,500. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,500 തന്നെയാണ് കിട്ടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ യൂണിറ്റിൻ്റെ, ഈ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എമൗണ്ട് എത്രയാണ് വരുന്നത്? കോസ്റ്റ് വരുന്നത് 56,250. യൂണിറ്റ് വരുന്നത് 37,500. അപ്പോൾ 56,250 ഡിവൈഡഡ് ബൈ 37,500 ഈക്വൽ ടു 1.50.
ഓക്കെ, ഇനി ഒരു പ്രോസസ്സും കൂടി ഉണ്ട്, പ്രോസസ് സി അക്കൗണ്ട്. പ്രോസസ് സി അക്കൗണ്ടിൽ നമ്മളിപ്പം പ്രോസസ് ബിയിൽ ചെയ്ത അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാണ്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 16,500 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ബിന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് ബിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് 1.50. അത് കാരണം എന്താണ്? പ്രോസസ് ബി അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1.5 ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ഉള്ളത് എത്രയാണ്? 16,500. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16,500 ഇൻറ്റു 1.5 ഈക്വൽ ടു 24,715. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു പ്രോസസ് ബി അക്കൗണ്ട്, അതായത് ബി അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ് എത്രയാണ്? ബൈ പ്രോസസ് സി അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ എത്തുമ്പം ടു പ്രോസസ് ബി അക്കൗണ്ട് ആവും. അപ്പോൾ എന്താവും? 37,500 അതിൻ്റെ എമൗണ്ടും 56,250. പിന്നെ ഉള്ളത് എന്താണ്? ആ പ്രോസസ് അക്കൗണ്ടിൻ്റെ, അതായത് പ്രോസസ് സി അക്കൗണ്ടിൻ്റെ വേജസ് ആൻഡ് മെറ്റീരിയൽ 29,250, വർക്ക് ഓവർ ഹെഡ് 6,000. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ലോസ് വരുന്നുണ്ട്, ലോസ് ഇൻ വെയിറ്റ് വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ക്ലോസിങ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് എത്രയാണ് വരുന്നത്? 5,500 ആണ് ക്ലോസിങ് സ്റ്റോക്ക് ഉള്ളത് പ്രോസസ് സി അക്കൗണ്ടിൽ. അപ്പോൾ അതിന് നമ്മൾ 1.5 വാല്യൂ ചെയ്യണം. അപ്പം ബൈ ക്ലോസിങ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1.5 നമ്മൾ ചെയ്യുക. കാരണം ബിന്നാണ് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്തത്. യൂണിറ്റ് ഉള്ളത് 5,500 ആണ്. അപ്പോൾ ഇൻറ്റു 1.5 എത്രയാണ്? 8,215. ഇതോടുകൂടി ഈ പ്രോസസ് സിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് വേറൊരു പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബൈ ഫിനിഷ്ഡ് സ്റ്റോക്കാണ് ചെയ്യുക. അതായത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കായിരിക്കും അവസാനം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം എപ്പോഴും നമ്മൾ ആ യൂണിറ്റ് പ്രോസസ് സിയിൽ എത്ര യൂണിറ്റ് ആണ് ഉള്ളത്? 48,000 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 48,000 യൂണിറ്റ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ഏരിയാസും ടാലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കൂടുതലുള്ളത് 54,000ഉം 1,16,250. ഓക്കെ, 54,000 ആൻഡ് 1,16,250. അപ്പോൾ 1,16,250 നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 8,250 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്? ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കോസ്റ്റ്, അതായത് 48,000ൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, 1,08,000 ആണ് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് ഈ 54,000 ഈ 5,500ഉം 48,000ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54,000 കിട്ടില്ല. ബാക്കി വരുന്ന 500 രൂപ എന്ന് പറയുന്നത് ലോസ് ഇൻ വെയിറ്റ് ആണ്. ഓക്കെ, ലോസ് ഇൻ വെയിറ്റ് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആ 500 യൂണിറ്റ്സ് കാണിക്കണം. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഇക്വേഷൻ പ്രകാരവും കണ്ടുപിടിക്കാം. അവസാനം നമ്മൾ ആ യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നു. കോസ്റ്റ് എത്ര വരുന്നത്? 1,08,000 ഡിവൈഡഡ് ബൈ യൂണിറ്റ് വരുന്നത് 48,000 ഈക്വൽ ടു 2.25. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യുവേഷൻ ഓഫ് ദി സ്റ്റോക്കും ലോസ് ഇൻ വെയിറ്റും ചെയ്യുന്നത്. എന്താണ് വാല്യുവേഷൻ ഓഫ് ദി സ്റ്റോക്ക്? ഏത് പ്രോസസ്സിനാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പ്രോസസ് അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലായിരിക്കണം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ലോസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? യൂണിറ്റിൽ ഡിഡക്ഷൻ വരുത്തിക്കൊണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രോബ്ലം നോട്ടിലോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.